26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ബഹ്റൈനിൽ മുഴങ്ങുന്ന യുദ്ധ സൈറണുകൾ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ സംഘർഷത്തിനുള്ള സാധ്യതകൾ വീണ്ടും ഉയർത്തുകയാണ്. ഖത്തറിലും കുവൈത്തിലും കനത്ത ജാഗ്രതയാണ്. വർഷങ്ങളായി തുടർന്ന അമേരിക്ക ഇറാൻ വൈരാഗ്യം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന ആശങ്കയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയെ അടക്കം അലട്ടുന്നത്. കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും തന്ത്രപ്രധാന സൗകര്യങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡ്രോൺ ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ സംഘർഷത്തിനുള്ള സാധ്യത വീണ്ടും ഉയർത്തിക്കാട്ടുന്നതാണ്. ഇതിനകം തന്നെ ഗാസ, ചെങ്കടൽ, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിലെ പ്രതിസന്ധികൾ മൂലം അസ്ഥിരമായി കിടക്കുന്ന മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുമോ എന്ന ആശങ്ക ലോകം പങ്കിടുകയാണിപ്പോൾ. ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങളടക്കം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾക്കും തീരപ്രദേശങ്ങളിലുമുള്ള തന്ത്രപ്രധാന സ്ഥാനങ്ങൾക്കും നേരെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടി എന്നുള്ളതാണ് ഇറാൻ വ്യക്തമാക്കിയത്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനുമെതിരായ ആക്രമണങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശം ഇറാൻ ഉണ്ടെന്നും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ തുടർച്ചയായ പ്രതിരോധ നടപടികളുടെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. വെറും പ്രതീകാത്മക മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് മേഖലയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങളെ നേരിട്ട് ലക്ഷ്യമിടാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് എന്നുള്ള സന്ദേശം നൽകുകയാണ് ഈ നീക്കത്തിലൂടെ ഇറാൻ ശ്രമിച്ചതെന്നാണ് നിരീക്ഷകരും വിലയിരുത്തുന്നത്. ആക്രമണത്തിനായി ഉപയോഗിച്ചതായി പറയപ്പെടുന്ന കാമിക്കേജ് ഡ്രോണുകളാണ്. ലക്ഷ്യസ്ഥാനത്തെത്തി സ്വയം പൊട്ടിത്തെറിക്കുന്ന ഈ ഡ്രോണുകൾ അടുത്ത കാലത്തായി ആധുനിക യുദ്ധത്തിന്റെ നിർണായക ആയുധമായി മാറിയിട്ടുണ്ട്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ചിലവ് വളരെ കുറഞ്ഞതും കണ്ടെത്താനും തടയാനുമുള്ള കൂടുതൽ പ്രയാസമുള്ളതുമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാൻ കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ അസമമായ യുദ്ധതന്ത്രം വികസിപ്പിച്ചെടുത്തത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യയിലെ നിരവധി സംഘർഷങ്ങളിലും ഇത്തരം ഡ്രോണുകളുടെ വിനാശശേഷി ലോകം നേരിട്ട് കണ്ടിട്ടുണ്ട്. കുവൈത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അമേരിക്കൻ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ഖത്തറിലെ ഉപഗ്രഹ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും ബഹ്റൈനിലെ സൈനിക ഇന്ധന സംഭരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇതിൽ ഓരോ ലക്ഷ്യത്തിനും പ്രത്യേക തന്ത്ര പ്രാധാന്യവുമുണ്ട്. പാട്രിയറ്റ് മിസൈൽ സംവിധാനം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വ്യോമ പ്രതിരോധത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഉപഗ്രഹ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മിസൈൽ വിക്ഷേപണങ്ങളും വ്യോമ ഭീഷണികളും മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്നവയാണ്. സൈനിക ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ യുദ്ധസമയത്ത് സൈനിക പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സൈനിക സന്ദേശത്തോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള നീക്കമായി തന്നെ വിലയിരുത്തപ്പെടണം. കുവൈത്തിലെ ക്യാമ്പ് അരിഫാനിലും അലി അൽ സലേം വ്യോമതാവളവും അമേരിക്കൻ ഗൾഫ് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളാണ്. ബഹ്റൈനിലുള്ള അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം വർഷങ്ങളായി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നാവിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെയും എണ്ണ വിതരണത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ കേന്ദ്രത്തിന് നിർണായക പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വെറും സൈനിക നടപടിയായി മാത്രം കാണാൻ കഴിയില്ല, മറിച്ച് അമേരിക്കയുടെ മേഖല സ്വാധീനത്തോടെ വെല്ലുവിളിയായും ഇതിനെ കണക്കാക്കപ്പെടണം. എന്തായാലും ഗൾഫ് മേഖല ആശങ്കയിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.